മുൻ എം എൽ ഐഷ പോറ്റി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഐഷ പോറ്റി, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? വ്യക്തത വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് എളുപ്പം പോകും. ഞാനിപ്പോ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴുമാണ് വേഗം ന്യൂസ് ചാനൽ വെച്ച് നോക്കിയത്. രാവിലെ ഇവിടെ ആൾക്കാരിരുന്നുകൊണ്ട് ചാനൽ ന്യൂസ് കാണാൻ പറ്റിയില്ല. കണ്ടപ്പോഴാണ് അങ്ങേറ്റം ദൗർഭാഗ്യകരമായി പോയിട്ടുണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ ടിപ്പർ ലോറിയിലെ മണ്ണടി അത് വളരെ അപകടം എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോ ഇനി എന്താണ് അതിന്റെ ഓവർ സ്പീഡ് ആയിരുന്നോ അല്ലാത്താണോ ആ സ്ഥലം മുക്കോണിമുക്കറിയാം. എന്നാലും ഇത്രയും കുട്ടികളൊക്കെ നിൽക്കുന്നിടത്തേക്ക് മണ്ണ് കുറച്ച് ഒരു സൈഡിൽ പോയി എന്നൊക്കെയാണ് ഞാൻ വാർത്തയിൽ കണ്ടത്. സത്യത്തിൽ വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളും വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്ത് പറഞ്ഞാലും ഇത് എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കർശനമായ നടപടിയും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പാടാണ്. അങ്ങേയറ്റം വിഷമകരമായ ഒരു വാർത്തയാണ് ഇപ്പൊ കേട്ടത്. ഇനി അങ്ങോട്ട് പോകുന്നുണ്ട്, റെഡിയാവുകയാണ് പോവാനായിട്ട്. ഈ വാർത്ത കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അങ്ങേയറ്റം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഈ വാർത്ത കണ്ടുകൊണ്ടുള്ള ഇൻഫർമേഷനാണ് എനിക്കുള്ളത്. പിന്നെ ഒരാളിപ്പോ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ, അത് ഞാൻ അറിഞ്ഞു അതിന് മുമ്പ് ന്യൂസ് വെച്ചപ്പോ. എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്, ആശുപത്രിയിലേക്കും പോകാൻ പോവുകയാണ്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഇത് അങ്ങേയറ്റം കഷ്ടമായി പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ലോറി മറിയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ നിരപ്പായ പ്രദേശമാണെന്ന് തോന്നുന്നല്ലേ? നീലേശ്വരം റോഡ് നിരപ്പായ റോഡാണ്. പിന്നെ ആ അമ്പലപ്പുറത്തേക്ക് തിരിയുന്നിടത്ത് ഒരു ചെറിയ കയറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ്. ഓടിച്ചവരുടെ അശ്രദ്ധയാണോ, ഓവർ സ്പീഡാണോ, ഓവർ ലോഡാണോ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോകണം. ഓരോ അപകടങ്ങൾ വരുമ്പോഴാണ് ഇനി ഇങ്ങനെ വരരുതെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. എത്ര കാലം കൊണ്ട് ഇത് കേൾക്കുന്നുണ്ട്. ഈ മണ്ണടിക്കലും അതിന്റെ സ്പീഡും. അവർക്കൊരു കർശന നിയന്ത്രണം വെച്ച് നിയമാനുസൃതം ഉള്ളതൊക്കെ ചെയ്യട്ടെ. പക്ഷെ എത്രയോ ഓർത്തിട്ടേ സഹിക്കാൻ പറ്റാത്ത ഒരു പ്രയാസമായി പോയി ഇത്. അതെ അതെ അതെ. എന്തായാലും ഓക്കെ, നന്ദി. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഞങ്ങൾ ബന്ധപ്പെടാം. ശ്രീമതി ഐഷ പോറ്റിയാണ് പ്രതികരിച്ചത്. മുൻ എം എൽ എ സൂചിപ്പിച്ച പോലെ ഈ മണ്ണടിക്കുന്ന ലോറികളുടെ അതിവേഗത്തിലുള്ള പാച്ചിൽ അത് പലപ്പോഴും മരണക്കിണിയാവുന്നുണ്ട്. ഇത് പക്ഷേ അത്തരത്തിലാണോ എന്നുള്ളതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഡ്രൈവറുടെ അശ്രദ്ധയാണെന്നോ അല്ലെങ്കിൽ അമിത വേഗതയാണെന്നോ ഒന്നും പറഞ്ഞു വെക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ അതിരാവിലെ 7 മണി മുതൽ തന്നെ മണ്ണടിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും എന്നാണെങ്കിലും ഐഷ പോറ്റി മുൻ എം എൽ എ സൂചിപ്പിച്ച പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വേണം. അത് പലകുറി ആവർത്തിക്കുമ്പോഴും ഈ അപകടങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു എത്രമാത്രം അത് ദുരന്തമാക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യപ്പെടുക. എന്താണ് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളാണ്. ഒപ്പം ഒരു ബൈക്ക് യാത്രക്കാരനും അപകടത്തിൽപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ബൈക്ക് യാത്രക്കാരനിൽ ഇടിക്കാതെ ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം തെറ്റി മറിഞ്ഞു എന്നുള്ള വിവരങ്ങളുമൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. മതിലിലേക്ക് ഇടിച്ചു, മതിൽ തകർന്നു, ആ ലോറിയിൽ നിറയെ മണ്ണുണ്ടായിരുന്നു, ആ മണ്ണും ആ റോട്ടിലേക്ക് മറിഞ്ഞു. അങ്ങനെ കുറേയേറെ വിദ്യാർത്ഥികൾ, ഏതാണ്ട് 9 പേരുണ്ടായിരുന്നു എന്നാണ് നേരത്തെ ആ മെമ്പർ ജലജ നമ്മളോട് പറഞ്ഞത്. ആ 9 വിദ്യാർത്ഥികളിൽ 6 പേർ ഓടി രക്ഷപ്പെട്ടു. 3 പേരാണ് അപകടത്തിൽ പെട്ടുപോയത്. ഓടി മാറാൻ കഴിയാതെ ആ ലോറിക്കടിയിൽ മണ്ണിനടിയിൽ പെട്ടുപോയത്. അവർ ഏറെക്കുറെ മരണം സംഭവിച്ച രീതിയിലാണ്, സാഹചര്യമാണ് എന്നാണ് മെമ്പറും പറയുന്നത്. മാത്രമല്ല, മെമ്പർ പറയുന്ന വിവരങ്ങൾ അത് മെമ്പർക്കും സ്ഥിരീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ആ നാട്ടുകാർ നൽകിയ വിവരമാണ് മെമ്പർക്ക്. ഏതാണ്ട് 5-ന് മുകളിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ തന്നെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിലായിരുന്നു 5 പേരെ കൊണ്ടുപോയത് എന്നാണ് മെമ്പർ ജലജ ന്യൂസ് 18 നേരത്തെ വ്യക്തമാക്കിയത്. ഈ ചില കുട്ടികൾ അവിടെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, ചികിത്സയിലായിട്ടുണ്ട് എന്നൊക്കെ വിവരങ്ങളുണ്ട്. എന്നാലും ഈ കൂടുതൽ വിവരങ്ങൾ അത് ഹോസ്പിറ്റലിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അവർ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ വരാതെ നമുക്കതിൽ ഒരു വ്യക്തത നൽകാൻ കഴിയില്ല. എന്താണെങ്കിലും ഞെട്ടിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളുമൊക്കെയാണ് അവിടെ കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്ന് വരുന്നത്. രാവിലെ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് ബാഗുമായി നിന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബസ് കാത്തു നിന്നവരാണ്.
അവർക്ക് നേരെയാണ് ഒരു ടിപ്പറിൻ്റെ രൂപത്തിൽ മരണമെത്തുന്നത്, അപകടമെത്തുന്നത്. അപകടത്തിൽ 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി എന്ന് പറയുന്നു. ആ ടിപ്പർ ഡ്രൈവർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിസാം എന്ന 40 വയസ്സുകാരനാണ് ആ ടിപ്പർ ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിനും ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. നേരത്തെ ആ മെമ്പർ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ അദ്ദേഹവും ഏറെക്കുറെ നിശ്ചലനായിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തെയും കൊണ്ടുപോകുന്നത് ആശുപത്രിയിലേക്ക്. എത്രമാത്രം ഗുരുതരമാണ് മറ്റുള്ളവരുടെ സാഹചര്യം എന്നുള്ളതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. നമുക്ക് ഒരു വ്യക്തത നൽകാൻ കഴിയുന്നില്ല. സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ വരട്ടെ, ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ അറിയാൻ കഴിയട്ടെ. അതിനുശേഷം നമുക്ക് കൂടുതൽ പേരുവിവരങ്ങൾ നൽകാം. അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാദൗത്യം, രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ആക്കി. വളരെ വേഗത്തിൽ മണ്ണിനടിയിൽ നിന്നും അകപ്പെട്ടവരെ മാറ്റാൻ, പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മണിക്കൂർ ഒന്നാകുന്നു, ഏറെക്കുറെ 1.5 മണിക്കൂറോളമായി ആ അപകടം നടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകട സ്ഥലത്തെ മണ്ണൊക്കെ പൂർണ്ണമായും ഏറെക്കുറെ നീക്കി കഴിഞ്ഞു എന്നാണ് അറിയുന്നത് എന്നാണ്. വലിയൊരു അപകടമാണ് രാവിലെ കൊട്ടാരക്കര നീലേശ്വരത്തുണ്ടായത്. നല്ല റോഡാണ് അവിടെ, അത്തരമൊരു അത്യാവശ്യം ദൂര കാഴ്ചയുള്ള റോഡാണ്. പക്ഷേ ഒരു ജംഗ്ഷനാണ്. മുകളിൽ നിന്ന് ഇറക്കത്തിൽ നിന്നും ഒരു റോഡ് വന്ന് ചേരുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ നിന്നും വന്നതാണെന്ന് തോന്നുന്നു ഈ ടിപ്പർ. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ദൃക്സാക്ഷികൾ പറയുന്നത് പ്രകാരം ആ ബൈക്ക് ഒരു പക്ഷേ ഇറങ്ങി വന്നതാകാം. അപ്പോൾ എന്താണെങ്കിലും ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ബ്രേക്കിങ്ങിനിടെയാണ് ഈ നിയന്ത്രണം തെറ്റി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയും കുട്ടികളുടെ ദേഹത്തേക്ക് ആ ലോറി മറിയുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി അതിൻ്റെ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, സ്കൂളിലേക്ക് ടിഫിൻ ബോക്സും ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ആയി പോയ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു മണ്ണ് കയറ്റിയ ലോറി മരണത്തിൻ്റെ രൂപത്തിലേക്ക് എത്തുമോ എന്നുള്ളത് ഊഹിക്കാനോ പ്രതീക്ഷിക്കാനോ കഴിയില്ല. പക്ഷേ അത് എങ്ങനെയാണ് അതിനെ പറഞ്ഞറിയിക്കുക എന്നറിയില്ല. അതിനപ്പുറത്തേക്ക് ഈ അപകടം നടന്ന സ്ഥലം അത്രമാത്രം അപകട സാഹചര്യമുള്ള സ്ഥലവുമല്ല എന്ന് മുൻ എം.എൽ.എയും നിലവിലത്തെ എം.എൽ.എയും ഒപ്പം മെമ്പറും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അപകടത്തിൻ്റെ കാരണമായി ആദ്യ നിഗമനങ്ങൾ വരുന്നത്? ഈ പ്രദേശത്ത് കൂടി എൽദോ പല ടിപ്പർ ലോറികളും രാവിലെ 8 മണി മുതലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ടിപ്പർ ലോറിക്ക് നമുക്ക് നിരോധനമെന്ന് നമുക്കറിയാം. അതിന് മുൻപ് വളരെ വേഗത്തിൽ ടിപ്പർ ലോറികൾ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊട്ടാരക്കരയിലെ നീലേശ്വരം എന്ന ഈ സ്ഥലം. MC റോഡിൽ കൂടി അമിത വേഗതയിൽ ടിപ്പർ ലോറികൾ പോകുന്ന വിവിധ കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സമാനമായി തന്നെ ഇങ്ങനെ വേഗത്തിൽ വന്ന ഒരു ലോറി ഒരു ബൈക്കിനെ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ബസ് സ്റ്റോപ്പിൽ മതിലിനോട് ചേർന്ന് ബസ് കാത്തു നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. 10ഓളം ആളുകൾ ഈ അപകട സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും, ലോറി മറിഞ്ഞതിനെ തുടർന്ന് ലോറിയുടെ ക്യാബിനടക്കം തകർന്നു. ഈ ലോറി മറിഞ്ഞു, മണ്ണ് പൂർണ്ണമായും ഈ ബസ് കാത്തുനിന്ന ആളുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ്. മണ്ണ് മാത്രമല്ല, മണ്ണും കല്ലും, നമുക്ക് പാറക്കഷ്ണങ്ങളൊക്കെ കാണാം. ഇതടക്കമുണ്ടായിരുന്ന ലോഡായിരുന്നു അത്. ഇത് അടക്കം അങ്ങോട്ടേക്ക് വീഴുകയായിരുന്നു. പൂർണ്ണമായും ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളുടെ മുകളിലേക്ക് മണ്ണ് വീണു. ടിപ്പർ ഉയർത്തിയ ശേഷമാണ് നാട്ടുകാർക്ക് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ ആയത്. നാട്ടുകാർ വളരെ വേഗത്തിൽ എത്തുകയും ഫയർഫോഴ്സ് സംവിധാനം അടക്കം എത്തുകയും മറ്റും ചെയ്തു. അല്പവും താമസിച്ചു രക്ഷാപ്രവർത്തനം. കാരണം ഈ ടിപ്പർ ലോറി ഉയർത്തുക എന്നുള്ളത് അതിശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അതിനുശേഷം ശ്രദ്ധാപൂർവ്വം മണ്ണ് മാറ്റുകയാണ് ചെയ്തത്. കാരണം നിരവധി ആളുകൾ, കുഞ്ഞുങ്ങളടക്കം ഒരുപാട് പേർ ഇതിനിടയിൽ കുഴി കിടക്കുന്നുവെന്ന് സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് ഇവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സാവധാനം മണ്ണ് മാറ്റിയപ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള 5 പേരെ കണ്ടെത്തിയത്. ഇതിൽ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഔദ്യോഗികമായി അല്ല എങ്കിൽ പോലും നമുക്ക് പ്രദേശവാസികൾ പറയുന്ന വിവരമനുസരിച്ച് ടിപ്പർ ലോറി ഡ്രൈവറും മരിച്ചു എന്ന രീതിയിൽ തന്നെയാണ്. 7 കുട്ടികളും അടക്കം ഈ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. 7 കുട്ടികളടക്കം 10 പേരാണ് ഈ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.